കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നും കേൾക്കുന്നു, AK ബാലനിൽ നിന്ന് കേൾക്കുന്നു. അതായത് ഇന്നലത്തെ ഈ പരസ്യ വിവാദവുമായി ബന്ധപ്പെട്ട് കടുപ്പിച്ചാണ് രണ്ടുപേരുടെയും പ്രതികരണം. അതെ, ആ പരസ്യ വിവാദം ഈ തെരഞ്ഞെടുപ്പ് ദിവസവും തുടരുന്നു എന്നുള്ളതാണ്. അത് തന്നെയായിരിക്കുന്നു പ്രധാന പരസ്യത്തിലെ കണ്ടന്റ് ആണ് പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് അത് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തോമസ് വിവരങ്ങളുമായുണ്ട്. സിനോജ്, ഇപ്പോൾ AK ബാലൻ പത്രപരസ്യം, അതിലെ വാചകങ്ങൾ ഒന്നുകൂടി വോട്ടർമാരെ ഓർമ്മിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇന്നലെ പത്രപരസ്യം നൽകിയതോടുകൂടി തന്നെ അതിനോട് ചേർന്നുള്ള പ്രതികരണങ്ങളോടുകൂടി തന്നെ രണ്ട് ഭാഗത്തു നിന്നും ലംഘിക്കപ്പെടുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ സിനോജ്? തീർച്ചയായിട്ടും അതങ്ങനെയാണ്. ഞാനൊരു ബൂത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്താൻ എനിക്കും നിയമപരമായിട്ട് പരിമിതികളുണ്ട്. ഞാൻ നിൽക്കുന്ന 55 നമ്പർ ബൂത്തിലാണ്. ഇന്നേ ദിവസം അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ബൂത്തിൻ്റെ പരിസരത്തൊന്നും തന്നെ നടത്താൻ പാടില്ല. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ വോട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്ത് പോയിട്ട് പ്രതികരണം നടത്തുകയും പറയുകയൊക്കെ തന്നെ ചെയ്യുന്നത്. നമ്മൾ പ്രതികരണങ്ങൾ എടുത്തപ്പോൾ എല്ലാ ആളുകളൊക്കെ തന്നെ അങ്ങനെയാണ് പ്രതികരിച്ചിരുന്നത്. ഞാൻ നിൽക്കുന്നത് 55 നമ്പർ ബൂത്തിലാണ് നിൽക്കുന്നത്. മുത്താന്തറയിലുള്ള ബൂത്താണ്. നിരവധി ആളുകൾ ഉച്ചവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുടെ തിരക്ക് കുറഞ്ഞു വരുന്നു. 1065 വോട്ടർമാരുള്ള ബൂത്താണ്. ഇവിടെ ഇപ്പോൾ ഒരു 400-നടുത്ത ആളുകൾ വോട്ട് ചെയ്തെന്നാണ് പറയുന്നത്. അതായത് ശരാശരി 80-90 ആളുകളാണ് ഒരു മണിക്കൂറിൽ വോട്ട് ചെയ്ത് പോകുന്നത്. കവറേജ് ആണ് നമ്മൾ ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്നു. മാഡം നോക്കൂ, ഇപ്പോൾ 4 മണിക്കൂർ പിന്നിടുകയാണ്. 10 വരെയുള്ള കണക്കനുസരിച്ച് 20% പിന്നിട്ടിട്ടുണ്ട്. സാർ, ഈ പോളിംഗ് ശതമാനം ആദ്യ 4 മണിക്കൂർ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? 10 വരെയുള്ള കണക്കനുസരിച്ച് 20 പിന്നിട്ടു. സുജയ, നോക്കൂ, ഈ 2011 മുതലുള്ള കണക്ക് ഞാൻ നോക്കിയിരുന്നു. ഈ 2011 മുതൽ 2021 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എബോവ് 70% ആണ് എപ്പോഴും പാലക്കാട് പോൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ കൗതുകരമായിട്ടുള്ള കാര്യം വെച്ചാൽ 2016 77% പോളിംഗ് നടന്നു. 2021 നമ്മൾ പറയുന്ന ഏറ്റവും കടുത്ത മത്സരം പാലക്കാട് കണ്ടു, അല്ലെ? ശ്രീധരൻ വേഴ്സസ് ഷാഫി പറമ്പിൽ. അന്ന് പോളിംഗ് കുറയുകയാണ് ചെയ്തത്, 75%. ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ 24 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 73%. അപ്പം 77% 2016, 2021 75, 2024 73. ഇതാണ് എന്റെ കണക്ക്. അപ്പോൾ ഒരു ഡിക്ലൈനിങ് സ്വഭാവം ഉണ്ടെങ്കിൽ പോലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ അങ്ങ് പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ 77% ആയിരിക്കുമ്പോഴും 73% ആയിരിക്കുമ്പോഴും അവിടെ അഡ്വാൻറ്റേജ് UDF എന്ന് പറയുന്നത് 10,000+ ആണ്. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 10,000 ആണ് VK ശ്രീകണ്ഠന് കിട്ടുന്നത്. അപ്പോൾ പോളിംഗ് ശതമാനം കൂടുന്നത് UDFന് ഗുണമാകുമെന്നാണ്? അല്ല, പോളിംഗ് ശതമാനം കൂടിയപ്പോൾ പിന്നെ 2016 പോളിംഗ് ശതമാനം കൂടിയപ്പോൾ ഷാഫി പറമ്പലിന്റെ മാർജിൻ ഓഫ് വിക്ടറി എന്ന് പറയുന്നത് കൂടിയിരുന്നു. 17,000-ലേക്ക് വന്നിരുന്നു. എന്നാൽ 75% എന്ന് പറയുന്ന പോളിംഗ് ഡിക്ലൈൻ ഉണ്ടായപ്പോൾ 3,853 ഷാഫി പറമ്പലിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. 73% അവിടെ തന്നെ 9,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ശ്രീകണ്ഠൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പോളിംഗ് പെർസെന്റ് ഈ പറയുന്ന റിസൾട്ടിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു. കറക്റ്റാണ്, ആപേക്ഷികമായിട്ടാണത് നിൽക്കുന്നത്. CPM ശക്തമായിരുന്ന കാലത്ത് ഈ KK ദിവാരൻ ജയിച്ചതും 71.58% 2006-ൽ. ജയിക്കുമ്പോഴൊക്കെ 70 കടക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ പറയുന്ന നമ്മളൊരു 2006, 2011, 2016 ഈ കാലഘട്ടങ്ങളിലെ കണക്കെടുത്ത് നോക്കിയാൽ, ഏറ്റവും റീസെന്റ് എന്ന് പറയാവുന്ന കണക്കെടുത്ത് നോക്കിയാൽ എബോവ് 70% പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് പാലക്കാട്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കണക്കനുസരിച്ചാണെങ്കിൽ 20% 10-ക്ക് പോൾ ചെയ്തിരിക്കുന്നു, അല്ലേ? അത് ഔദ്യോഗിക കണക്കാണല്ലോ. അതെ. അപ്പം നമ്മൾ ഈ 70% മുകളിലേക്ക് പോളിംഗ് എത്തണമെങ്കിൽ 1 മണിയോടുകൂടി നമ്മളൊരു 40%-ലേക്കൊക്കെ എത്തണം. കാരണം എന്താ വെച്ചാൽ അത് പാലക്കാടിന്റെ ഒരു കാലാവസ്ഥയും വളരെ പ്രധാനമാണ്. നമ്മളൊക്കെ അവിടെ പോയവരാണ്. നല്ല ചൂടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ആ സമയത്ത് അത് എവിടെയും അങ്ങനെ തന്നെയാണ്. ഒരു ചൂട് അവരെ സംബന്ധിച്ച് എപ്പോഴും ഉള്ള ചൂടാണ്. പക്ഷേ ഇൻ ബിറ്റ്വീൻ 1 and 2 പോളിംഗ് ഒന്ന് കുറയുന്ന സമയമാണ്, അല്ലെ? ആളുകൾ ഭക്ഷണം കഴിക്കുകയും അങ്ങനെയൊക്കെയുള്ള സമയത്ത് പോളിംഗ് കുറയും. പിന്നെ അത് പോളിംഗ് ഒന്ന് വീണ്ടും മുന്നോട്ട് വരുന്നത് ഒരു 3 മണി മുതലാണ്. 6 മണിക്ക് പോളിംഗ് അവസാനം.